ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു കടുകുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. കൂടാതെ ഞങ്ങൾ സെയിൽ ചെയ്യുന്ന അച്ചാറിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇത് കുറച്ചധികം മുന്നേ ദിവസത്തെയാണ് കേട്ടോ. അതായത് നമ്മളൊരു 7 കിലോ കണ്ണിമാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുളിമാങ്ങ നോക്കി വാങ്ങിക്കുക എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് കടക്കാരോടൊക്കെ പറഞ്ഞ് അതിൻ്റെ പരുവ് അറിയായിരിക്കും. അപ്പോൾ ഞങ്ങളിതാ കണ്ണിമാങ്ങ നന്നായിട്ട് കഴുകി വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെയാണ് ഞങ്ങൾ കഴുകി അങ്ങനെ വെള്ളം മാറാൻ വെച്ചത്. അപ്പോൾ രാവിലെ നേരം ആകുമ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുണ്ടാവും. വാർന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങ എന്ന് പറയുമ്പോൾ വാടിയ കണ്ണിമാങ്ങയൊന്നും നമ്മൾ എടുക്കരുത്. ഇതുപോലെ നല്ല നമ്മൾ ചുണ അങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് തെറിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള കണ്ണിമാങ്ങ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കുറേ കാലം ഇത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നോക്കുക, ഇതുപോലെ ഉള്ള കണ്ണിമാങ്ങ നന്നായിട്ട് കഴുകി ഒരു 23 ദിവസം നമ്മൾ നല്ലോണം കല്ലുപ്പിട്ടിട്ട് ചുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മാങ്ങ വേറെ അതിൻ്റെ വെള്ളം അരിച്ചിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ മാറ്റിയെടുത്തതാണ് ഇത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പോൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നനവില്ലാത്ത വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രങ്ങൾ മാത്രം എടുക്കുക. പിന്നെ നമ്മുടെ അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാം കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരു 100 ഗ്രാം നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കഴുകി പൊടിച്ചിട്ടുള്ളതാണ്. കഴുകി ഉണക്കി പൊടിച്ച സാധനങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ മാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ, ഉപ്പിട്ട് വെച്ചത്, അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല ലൂസാക്കിയിട്ടുള്ള ഒരു പരുവായിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് കട്ട ഉടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സൈഡിലോ അടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കാണാൻ പറ്റില്ല. ഇതുപോലെയാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലം സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സാവകാശം ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പണിയാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി ഒരു ഭരണിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ എന്തായാലും ഒരുപാട് വർഷക്കാലമൊന്നും ഇരിക്കില്ല. ചുരുങ്ങിയത് ഒരു വർഷക്കാലമെങ്കിലും കേടുവരാതിരിക്കണ്ടേ. അപ്പോൾ ഇതേപോലെ നമ്മൾ സാവകാശം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ മുളക് പൊടി ഒന്ന് നന്നായിട്ട് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യം വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ആ കണ്ണിമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടെ കടുകുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കൂ. എത്ര വർഷക്കാലം അത് കേടുവരാതിരിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണിമാങ്ങ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ അയവ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ പരുവ കേട്ടോ. ഇനി ഈ എരിവൊക്കെ ഈ മാങ്ങയിലേക്ക് പിടിക്കുന്നതിനനുസരിച്ച് ഇത് കുറച്ച് തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ അങ്ങനെയാണല്ലോ ഉണ്ടാവുക പൊതുവേ. അപ്പോൾ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്ലേവർ ആയിട്ടുള്ള സംഭവങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 40 ഗ്രാം കടുക് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി ഉണക്കി നമ്മളൊന്ന് അരങ്ങിയെടുക്കുക, അതായത് ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്ന് പറയും കേട്ടോ ഇവിടെ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാലോ, കടുക് നല്ലൊരു പ്രിസർവേറ്റീവാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ കേടുവരാതിരിക്കാൻ കടുക് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ കടുക് നമ്മൾ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കായാണ് കേട്ടോ. കായം പൊടി നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ LG കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. LG കായം നമ്മൾ നല്ലെണ്ണയിൽ വറുത്ത് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കായം. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന സമയത്ത് അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കായം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഏകദേശം ഒരു 90% പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 250 ഗ്രാം നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണയും നല്ലൊരു പ്രിസർവേറ്റീവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ 250 ഗ്രാം നല്ലെണ്ണ എന്ന് പറയുന്നത് ഒരുമിച്ച് അങ്ങോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പല സ്റ്റെപ്പുകളിലായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതിയോളം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കും. ബാക്കി നമ്മൾ ഭരണിയിലാക്കിയതിന് ശേഷം നമ്മുടെ മുകളിലൂടെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമല്ല മാങ്ങ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഫുൾ ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ 7 കിലോ മാങ്ങ നമ്മൾ ചുങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 5 കിലോനടുത്തുള്ള മാങ്ങയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്നും എടുത്തതിൽ നിന്ന് ഇതിലൊരു ഏകദേശം 1.5-2 കിലോനടുത്തുള്ള മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലാക്കാം.
ഭരണിയിലാക്കാൻ വേണ്ടി എളുപ്പത്തിനായിട്ട് ഞാനതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കുറച്ച് ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് സമയത്തിരക്ക് കാരണം നമുക്ക് ഭരണിയിലാക്കാൻ ഒരു ഇച്ചിരി സമയം കുറവായിരുന്നു. അപ്പോൾ ഇതാ നല്ലൊരു ഭരണി എപ്പോഴും നമ്മൾ ഒന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. ഇനി എന്താ നമ്മുടെ ഇതേപോലെ കണ്ണിമാങ്ങകളെ നമ്മുടെ ഭരണിയിലാക്കി വെക്കാം. ഞാനതൊന്ന് മുഴുവനായിട്ടൊന്ന് നിറച്ചെടുക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ബാക്കി നമ്മുടെ നല്ലെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയും വശങ്ങളിലൂടെയും നമ്മൾ നല്ലോണം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൂപ്പലൊക്കെ വരുന്നത് തടയാനായിട്ടാണെങ്കിൽ എണ്ണയുടെ ഒരു ലെയർ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറൊന്നും കേടുവരില്ല. അത് കണ്ണിമാങ്ങ അച്ചാറെന്നല്ല, എല്ലാ അച്ചാറും ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ ഭരണി അടച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു കോട്ടൻ്റെ ഒരു തുണി, വെളുത്ത തുണി വേണമെന്നൊന്നുമില്ല, നമ്മളൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടി കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടല്ലോ. എങ്ങനെയാണ് അത് സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.